നമസ്കാരം. കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് വന്നത് കേരളത്തിലെ കോൺഗ്രസിനെ ചെറുതായിട്ടൊന്നുമല്ല ഞെട്ടിച്ചിരിക്കുന്നത്. പത്മജ വേണുഗോപാൽ തനിക്ക് നേരിട്ട അവഗണന, പാർട്ടിയിൽ വർഷങ്ങളായി താൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവഗണന തുറന്നു പറഞ്ഞുകൊണ്ട് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബി.ജെ.പിയിലേക്ക് വരികയായിരുന്നു. നരേന്ദ്രമോദിയുടെ നയങ്ങളിലും നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടങ്ങളിലും ആകൃഷ്ടയായി കോൺഗ്രസ് പാർട്ടി ഉപേക്ഷിച്ച് പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് വന്നപ്പോൾ പല മുറുമുറുപ്പുകളും കോൺഗ്രസിലുണ്ടായി. നിരവധി കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയിലേക്ക് പോയിട്ടുണ്ട് എങ്കിലും പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് പോയപ്പോൾ വലിയ ദേശീയ പ്രകടനങ്ങളാണ് സംസ്ഥാനത്തെ ബി.ജെ.പി നേതാക്കൾ നടത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റേതടക്കമുള്ള പ്രതികരണങ്ങൾ നമ്മൾ വായിച്ചതാണ്. ഈ രീതിയിൽ വലിയ വിദ്വേഷത്തോടു കൂടിയാണ് പത്മജ വേണുഗോപാലിൻ്റെ നീക്കത്തെ അന്ന് കോൺഗ്രസ് കണ്ടത്. അന്ന് പത്മജ വേണുഗോപാലിൻ്റെ സഹോദരനും കോൺഗ്രസ് നേതാവും എം.പിയുമായ കെ മുരളീധരൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് മുരളി മന്ദിരം എന്ന തൻ്റെ അച്ഛൻ്റെ സ്മൃതി മന്ദിരം അല്ലെങ്കിൽ സ്മൃതി കുടീരം സ്ഥിതി ചെയ്യുന്ന ആ മണ്ണിൽ ഒരു സംഖ്യകളെയും പ്രവേശിപ്പിക്കില്ല എന്നായിരുന്നു മുരളീധരൻ അന്നെടുത്ത നിലപാട്. എന്നാൽ അതേ മുരളി മന്ദിരത്തിൽ വെച്ച് പത്മജയ്ക്കും കെ മുരളീധരനും തുല്യ അവകാശമുള്ള അതേ മുരളി മന്ദിരത്തിൽ വെച്ച് ഇന്ന് 50ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ബി.ജെ.പിയിൽ ചേർന്നത്. പത്മജ വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലാണ് ആ പരിപാടി നടന്നത്. ഇതുവരെ യൂത്ത് കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന 50ഓളം പേർ കാവി ഷാൾ അണിയിച്ചുകൊണ്ട് ബി.ജെ.പി അംഗത്വം സ്വീകരിച്ച ആ ചടങ്ങ് നടന്നത് അല്പസമയം മുമ്പാണ്. അതായത് കരുണാകരൻ്റെ സ്മൃതി കുടീരത്തിനും ആ സ്മൃതി കുടീരത്തിന് ചേർന്നുള്ള അവരുടെ വസതി, ആ വസതിക്കും നടുവിലുള്ള ഒരു ഭാഗത്താണ് ഈ ചടങ്ങ് നടന്നത്. ഈ രീതിയിൽ വലിയ മുന്നേറ്റം തിരുവനന്തപുരത്തും അതുപോലെ തന്നെ തൃശ്ശൂരിലും കോൺഗ്രസിനെ തച്ച് തകർത്ത് കളഞ്ഞു ബി.ജെ.പി എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. തിരുവനന്തപുരത്തും സമാനമായ രീതിയിൽ ധാരാളം കോൺഗ്രസ് പ്രവർത്തകർ ബി.ജെ.പിയിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ ബി.ജെ.പി വലിയ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണ്. അവിടെ ബി.ജെ.പിയുടെ സുരേഷ് ഗോപി പ്രചരണത്തിൽ ഏറെ മുന്നേറിക്കഴിഞ്ഞുവെന്ന് മാത്രമല്ല, വലിയ വിജയപ്രതീക്ഷ വലിയ വിഭാഗം ജനങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ 50ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബി.ജെ.പിയിലേക്ക് വരുമ്പോൾ, അതും കെ കരുണാകരൻ്റെ മകളായ പത്മജ വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ ബി.ജെ.പിയിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ആ ജില്ലയിലേറ്റ വലിയ തിരിച്ചടി തന്നെയാണ് എന്ന് വിലയിരുത്താം. പ്രത്യേകിച്ചും കെ കരുണാകരൻ്റെ മകനും പത്മജ വേണുഗോപാലിൻ്റെ സഹോദരനുമായ കെ മുരളീധരൻ ബി.ജെ.പി സ്ഥാനാർത്ഥിക്കെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.